ഹായ് എവ്രി വൺ, വെൽക്കം ടു വി ഫോർ ലൈഫിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേരള PSCയുടെ ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ നോട്ടിഫിക്കേഷൻ വന്നതായിട്ട് എല്ലാവർക്കും അറിയേണ്ടാവും. അപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസറുടെ സിലബസിലുള്ള ന്യൂട്രീഷണൽ ബയോകെമിസ്ട്രിയിലെ കെമിക്കൽ കമ്പോസിഷൻ ഓഫ് ഫുഡ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ബാക്കിയുള്ള എല്ലാ ടോപ്പിക്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതെല്ലാതും വീഡിയോസായിട്ട് ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം. എല്ലാവരും നമ്മുടെ വീഡിയോസ് കാണുക. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒട്ടും വൈകിപ്പിക്കുന്നില്ല. മൂവിങ് ഓൺ ടു അവർ ടോപ്പിക്, ദാറ്റ് ഈസ് കെമിക്കൽ കമ്പോസിഷൻ ഓഫ് ഫുഡ്. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഫുഡിൻ്റെ ഒരു ഡെഫിനിഷൻ പറയാം. ദാറ്റ് ഈസ് ഫുഡ് ഈസ് എനി സബ്സ്റ്റൻസ് യൂഷ്വലി കമ്പോസ്ഡ് ഓഫ് carbohydrates, fats, proteins, water, etc. And these components can be divided into two, that is major and minor. And the major components are carbohydrates, fats, proteins, and the minor ones are vitamins, minerals, enzymes, pigments, flavors, acids, etc. And moving on to the carbohydrates, it is one of the most important macronutrient required in our body, and it is the main source of energy for all of our activities. And also it is known as the simplest source of energy. And also നമ്മൾ ഡെഫിനേഷൻ ആയിട്ട് എടുക്കുകയാണെന്നുവെച്ചെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ എന്നാണ് വിളിക്കാറുള്ളത്. ആൻഡ് ഓൾസോ അതിൽ തന്നെ നമുക്ക് എല്ലാതും ഉണ്ട്. അതായത് ഈ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത് മെയിൻലി മേഡപ്പ് ചെയ്തിരിക്കുന്നത് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മളതിനെ ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ എന്ന് വിളിക്കുന്നത്. ആൻഡ് ഓൾസോ കാർബോഹൈഡ്രേറ്റ്സ് മേ ബി ഡിഫൈൻഡ് ആസ് polyhydroxy aldehydes or ketones or compounds which produce them on hydrolysis. And the term sugar is applied to carbohydrates because it is soluble in water and sweet in taste. And carbohydrates തന്നെ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ടൈം ആയിരിക്കും. ഗ്ലൂക്കോസ് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് carbohydrate and it is the instant source of energy. And the reserve amount of carbohydrates are stored in liver and muscle in the form of glycogen. And 1 gram of carbohydrates provide 4 calories of energy. Then moving on to the classification of carbohydrates. Carbohydrates can be broadly classified to 3, but 4 of them are shown here. Monosaccharides, oligosaccharides and polysaccharides are the major classifications of carbohydrates. And here the saccharide means sugar. Monosaccharides means one sugar molecule, and oligosaccharide means, oligo means few saccharides, that means few sugar molecule which contain 2 to 10 sugar molecules. And polysaccharide means few or many, that means maybe 10 or more sugar molecule contains in the polysaccharides. ഇപ്പോൾ മോണോസാക്രൈഡ്സ് നമുക്ക് എക്സാമ്പിൾ എന്താണെന്നുള്ളത് നോക്കാം. ദാറ്റ് ഈസ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, galactose are the examples of monosaccharides. And also monosaccharides are the simplest form. They cannot be further hydrolyzed to make simpler ones. And നമുക്ക് disaccharides ടൈം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. Di means 2 sugar molecules. That means disaccharides is composed of 2 sugar molecules, and upon hydrolysis they yield 2 monosaccharide units. In case of sucrose, the sucrose is composed of glucose and fructose. അപ്പോൾ നമുക്ക് ഹൈഡ്രോളൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷുഗർ മോളിക്യൂൾ, അതായത് സുക്രോസിൽ നിന്ന് നമുക്ക് ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും കിട്ടും. ആൻഡ് ഓൾസോ ലാക്ടോസ് ഈസ് എ ഡൈസാക്രൈഡ് കമ്പോസ്ഡ് ഓഫ് ഗ്ലൂക്കോസ് ആൻഡ് ഗാലക്ടോസ്. ആൻഡ് മാൾട്ടോസ് ഈസ് എ ഡൈസാക്രൈഡ് കമ്പോസ്ഡ് ഓഫ് 2 sugar molecule, that is 2 glucose molecules. And the term oligosaccharides mean it contain 2 to 10 sugar molecules. അതിൽ റാഫിനോസ് എന്ന് പറയുന്നതാണ് ഒരു എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത്. റാഫിനോസ് എന്ന് പറയുന്നത് ശരിക്കൊരു ഒളിഗോസാക്രൈഡിൽ തന്നെ കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ ട്രൈസാക്രൈഡ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് കണ്ടെയ്ൻ 3 sugar molecules that are galactose, glucose and fructose. ആൻഡ് ഓൾസോ റാഫിനോസ് എന്ന് പറയുന്നത് ഒരു ഗുഡ് പ്രീബയോട്ടിക്കും കൂടാണ്. അതും കൂടെ ആലോചിച്ച് വെക്കുക. ആൻഡ് ഇൻ ടേം നമ്മൾ പോളിസാക്രൈഡ് എന്ന് പറഞ്ഞു അതിൽ 2 to 10 ആണ് ഒളിഗോസാക്രൈഡ്സിലെങ്കിൽ തന്നെ 10നെക്കാട്ടും കൂടുതൽ സാക്രൈഡ് യൂണിറ്റ്സ് കൂടി കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളതാണ് പോളിസാക്രൈഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ മോർ ദാൻ 10 ആണ് പോളിസാക്രൈഡ് വരുന്നത്. അത്രയും ഷുഗർ മോളിക്യൂൾസ് ഉണ്ടായിരിക്കും. മോർ ദാൻ 10 എന്ന് പറയുമ്പോൾ നമുക്കത് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. അത്രയും അധികം മോണോസാക്രൈഡ് യൂണിറ്റ് കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഈ ഒരു പോളിസാക്രൈഡ് അല്ലെങ്കിൽ മോളിക്യൂൾ ഉണ്ടായിട്ടിരിക്കുന്നത്. ആൻഡ് അതിനൊരു ഹൈ മോളിക്കുലർ വെയിറ്റ് ഉണ്ടായിരിക്കും. അപ് ടു ഒരു മില്യൺസ് വരെയാണെന്നുള്ളൊരു മോളിക്കുലർ വെയിറ്റ് ഏകദേശം കണക്കൂട്ടിയിരിക്കുന്നത്. ആൻഡ് ഓൾസോ നമ്മളുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് പറയുകയാണെങ്കിൽ ദേ ആർ യൂഷ്വലി ടേസ്റ്റ്ലെസ് ആണ്, അല്ലെങ്കിൽ നമ്മളതിനെ നോൺ ഷുഗേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. ആൻഡ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ് ദേ ഫോം കൊളോയിഡ്സ് വിത്ത് വാട്ടർ എന്നുള്ളത്.
ആൻഡ് ഓൾസോ നമുക്ക് ഈ പോളിസാക്രൈഡ്സിനെ തന്നെ അഗെയിൻ ക്ലാസിഫൈ ചെയ്യാം. ദാറ്റ് ഈസ് ഹോമോപോളിസാക്രൈഡ്സ് ആൻഡ് heteropolysaccharide. And the term homopolysaccharide means which are composed of same type of monosaccharide units. Homo means same ആണ്, നമ്മളൊരു സിമിലാരിറ്റി ഉള്ള അല്ലെങ്കിൽ ഒരേപോലത്തെ മോണോസാക്രൈഡ് യൂണിറ്റ് കൂടി ചേർത്തിട്ടാണ് നമ്മളൊരു പോളിസാക്രൈഡ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മളതിനെ ഹോമോപോളിസാക്രൈഡ് എന്ന് വിളിക്കുന്നു. ഹെട്രോ മീൻസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോണോസാക്രൈഡ് യൂണിറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ദ മേക്കിംഗ് ഓഫ് പോളിസാക്രൈഡ്. അല്ലെങ്കിൽ നമുക്ക് ഹെട്രോപോളിസാക്രൈഡ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള മോണോസാക്രൈഡ്സിനെ പറക്കിയെടുത്തിട്ടായിരിക്കും. അങ്ങനെയാണ് നമുക്കൊരു ഹെട്രോപോളിസാക്രൈഡ് ഉണ്ടാകുന്നത്. ആൻഡ് എക്സാമ്പിൾ ഫോർ പോളിസാക്രൈഡ്സ് ആർ സ്റ്റാർച്ച്, ഗ്ലൈക്കോജൻ ആൻഡ് സെല്ലുലോസ്. ആൻഡ് ഹിയർ ഇൻ ദിസ് വീഡിയോ വി ക്യാൻ ഡിസ്കസ് മോണോസാക്രൈഡ്സ്. ആൻഡ് ഓൾസോ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു മോണോസാക്രൈഡ്സ് എന്ന് പറയുന്നത് സിമ്പിൾ ഷുഗേഴ്സ് ആണ്, മാത്രമല്ല കനോട്ട് ബി ഫർദർ ഹൈഡ്രോളൈസ്ഡ് ടു സിംപ്ലർ കാർബോഹൈഡ്രേറ്റ്സ്. ആൻഡ് നമുക്കൊരു മോണോസാക്രൈഡ്സിനെ തന്നെ അഗെയിൻ സബ് ക്ലാസിഫിക്കേഷൻ ചെയ്യാം ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് ആൻഡ് ഓൾസോ ബേസ്ഡ് ഓൺ വെദർ ദ ആൽഡിഹൈഡ് ഓർ കീറ്റോൺ, ദാറ്റ് മീൻസ് വിച്ച് വൺ ഈസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ദാറ്റ് ദേ കണ്ടെയ്ൻ എന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്ലാസിഫിക്കേഷൻ നോക്കാം, അതായത് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ്, അതായത് എത്രത്തോളം കാർബൺ ആറ്റംസ് ഉണ്ട് ആ ഒരു സാക്രൈഡ് യൂണിറ്റിൽ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ പേര് നമ്മൾ ഇടുന്നത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ട്രയോസസ് എന്ന് പറയുമ്പോൾ അതിൽ 3 കാർബൺ ആറ്റംസ് ഉണ്ടായിരിക്കും ആ ഒരു ഷുഗർ ചെയിനിൽ. ഇനിയിപ്പോൾ ടെട്രോസസ് ആണെങ്കിലോ 4 കാർബൺ ആറ്റംസ്. അങ്ങനെയാണ് നമ്മൾ അതിനൊരു നെയിമിങ് കൊടുക്കുന്നത്. ഇനി നമുക്ക് ട്രയോസസിന് ഒരു എക്സാമ്പിൾ പഠിക്കാം. ഗ്ലിസറാൾഡിഹൈഡ് എന്ന് പറയുന്നതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ട്രയോസിന് എക്സാമ്പിൾ. ആൻഡ് ടെട്രോസസ് എന്ന് പറയുമ്പോൾ നമ്മൾ എറിത്രോസ് ആണ് എക്സാമ്പിൾ ആയിട്ടുള്ളത് അതിന്. ആൻഡ് പെൻറ്റോസ് ഷുഗർ കണ്ടെയ്ൻസ് 5 കാർബൺ ആറ്റംസ് ആൻഡ് എക്സാമ്പിൾസ് ഓഫ് പെൻറ്റോസസ് ആർ ഡി-റൈബോസ്, ഡി-ഡിയോക്സി-റൈബോസ്, ഡി-റൈബുലോസ്, ഡി-സൈലുലോസ്. ആൻഡ് ഹെക്സോസസ് എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്, 6 കാർബൺ കണ്ടെയ്നിങ് ചെയ്യുന്ന ഷുഗർ മോളിക്യൂൾസിനെയാണ് നമ്മൾ ഹെക്സോസസ് എന്ന പേരിൽ വിളിക്കാറുള്ളത്. ആൻഡ് വെൽ നോൺ എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നതും ഫ്രക്ടോസ് എന്ന് പറയുന്നതും. ഓൾസോ ഗാലക്ടോസ് ആൻഡ് മെന്നോസ് ആർ ഹെക്സോ ഷുഗേഴ്സ് തന്നെയാണ്. ആൻഡ് ഹെപ്റ്റോസസ് എന്ന് പറയുന്ന എക്സാമ്പിളാണ് സെഡോഹെപ്റ്റിഡോസ് എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ, അതായത് നമ്മുടെ സബ് ക്ലാസിഫിക്കേഷൻ ഓഫ് മോണോസാക്രൈഡ് ആണ് രണ്ടാമത്തെ സബ് ക്ലാസിഫിക്കേഷനാണ് ഇതെന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് ബേസ് ചെയ്തിരിക്കുന്നത് ഏത് ഫങ്ഷണൽ ഗ്രൂപ്പാണ് അവർ ക്യാരി ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ ഒരു പേരിലായിരിക്കും പിന്നീട് അവർ അറിയപ്പെടുന്നത്. ദാറ്റ് മീൻസ് ഇഫ് ഇറ്റ് ഈസ് കണ്ടെയ്ൻസ് ആൻ ആൽഡിഹൈഡ് ഗ്രൂപ്പ് at one end, that is called aldoses, and glucose is a well known example for aldoses. And here in diagram നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, അതായത് അതിൻ്റെ ഫസ്റ്റ് കാർബൺ നമുക്കറിയാം 6 കാർബൺ കണ്ടെയ്നിങ് കോമ്പൗണ്ട് ആണ് അല്ലെങ്കിൽ ഹെക്സോ ഷുഗർ ആണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോസിൻ്റെ 6 കാർബൺ ആറ്റംസ് ഉണ്ട്. അതിലെ ഫസ്റ്റ് കാർബണിലാണ് അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ടുള്ള ആൽഡിഹൈഡ് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇൻ കേസ് ഓഫ് കീറ്റോസസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ഈസ് കീറ്റോ ഗ്രൂപ്പ്. And also fructose is a well-known example for keto sugar, and the keto group is occupied on the second carbon of this hexo sugar. അത്രയും ആലോചിച്ച് വെക്കുക. ഒന്ന് ഹെക്സോ ഷുഗറിൽ തന്നെ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഓക്യുപ്പൈ ചെയ്യുന്നത് ഫസ്റ്റ് കാർബണിലും കീറ്റോ ഗ്രൂപ്പ് ഓക്യുപ്പൈ ചെയ്യുന്നത് സെക്കൻഡ് കാർബണിലാണെന്നതും ആലോചിച്ച് വെക്കുക. ആൻഡ് മൂവിങ് ഓൺ ടു ദ പ്രോപ്പർട്ടീസ് ഓഫ് മോണോസാക്രൈഡ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ് അവർ കാണിക്കുന്ന ഐസോമറിസം എന്ന് പറയുന്നത്. ഐസോമറിസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഐസോമേഴ്സ് എന്ന് പറയുന്നത് ദേ ഹാവ് സെയിം കെമിക്കൽ ഫോർമുല ബട്ട് ദേ ഡിഫർ ഇൻ ദെയർ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റോ അല്ലെങ്കിൽ അവരുടെ ഒരു കോൺഫിഗറേഷനിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ഒരു ചേഞ്ച് കൊണ്ട് മാത്രം അവർ ഐസോമേഴ്സായിട്ട് മാറുമ്പോഴാണ് നമ്മളതിനെ ഐസോമറിസം എന്ന് വിളിക്കുക. പക്ഷേ അവരുടെ സ്ട്രക്ചറൽ ഫോർമുല അല്ലെങ്കിൽ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് എല്ലാതും സെയിം തന്നെയായിരിക്കും. എന്തെങ്കിലും ഒരു ചെറിയൊരു ഡിഫറൻസ് മാത്രമേ അവരുടെ സ്ട്രക്ചറിൽ ഉണ്ടാവുള്ളൂ. അതിനായി നമ്മൾ ഐസോമേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി എന്തൊക്കെ തരത്തിലുള്ള ഐസോമറിസം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റീരിയോ ഐസോമറിസമാണ്. ഇൻ സ്റ്റീരിയോ ഐസോമറിസം they have same structural formula but they differ in their spatial configuration. എന്ന് വെച്ചാൽ എന്താണ്, അവരുടെ സ്ട്രക്ചറൽ ഫോർമുല സെയിം ആണ്, പക്ഷേ അവരുടെ അറേഞ്ച്മെൻറ്റിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു ഐസോമേഴ്സായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതാണ് നമ്മൾ സ്റ്റീരിയോ ഐസോമറിസം എന്ന് പറയുന്നത്. ലുക്ക് അറ്റ് എക്സാമ്പിൾ ഫോർ സ്റ്റീരിയോ ഐസോമർ, ദാറ്റ് ഈസ് എൽ ഗ്ലിസറാൾഡിഹൈഡ് ആൻഡ് ഡി ഗ്ലിസറാൾഡിഹൈഡ്. എന്താണ് ഈ എൽ ആൻഡ് ഡി എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? അതായത് ഗ്ലിസറാൾഡിഹൈഡിൻ്റെ സ്ട്രക്ചർ നോക്കുക. നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ അസിമെട്രിക് കാർബൺ എന്താണെന്നുള്ളത് ആദ്യം പറയേണ്ടതുണ്ട്. Asymmetric carbon എന്ന് പറഞ്ഞാൽ we know the valency of carbon is 4 and these 4 valencies are occupied by different groups, then it is known as asymmetric carbon. മനസ്സിലായോ? അതായത് അസിമെട്രിക് കാർബൺ ആക്കണമെങ്കിൽ കാർബണിൻ്റെ 4 വാലൻസീസും 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് വഴി ഒക്യുപ്പൈ ചെയ്തിട്ടുണ്ടാവണം. എങ്കിൽ മാത്രമേ ആ ഒരു കാർബൺ എന്ന് പറയുന്നത് അസിമെട്രിക് കാർബൺ ആകുള്ളൂ. ആൻഡ് ഗ്ലിസറാൾഡിഹൈഡ് എന്ന് പറയുന്നതിൽ ഒരൊറ്റ അസിമെട്രിക് കാർബൺ മാത്രമേ ഉള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് എ സിംപ്ലസ്റ്റ് ഓർ റെഫറൻസ് കാർബോഹൈഡ്രേറ്റ് ആണ് ഗ്ലിസറാൾഡിഹൈഡ് എന്ന് പറയുന്നത്.
ആൻഡ് ഗ്ലിസറാൾഡിഹൈഡിലെ നമുക്ക് 4 വാലൻസീസ് നമുക്ക് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്, ഒന്ന് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്, ഒന്ന് ഹൈഡ്രജനാണ്, ഒന്ന് ആൽക്കഹോൾ ഗ്രൂപ്പാണ്. അങ്ങനെ 4 വാലൻസീസും 4 ഡിഫറെൻറ്റ് ആറ്റംസ് കൊണ്ടാണ് ഒക്യുപ്പൈ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊരു ഐസോമെട്രിക് കാർബണായിട്ട് മാറിയത്. ആൻഡ് ഇത് ഈസ് അസിമെട്രിക് കാർബൺ കണ്ടെയ്ൻ ചെയ്യുന്ന ഐസോമർസം എങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് എൽ ഗ്ലിസറാൾഡിഹൈഡ് എന്ന് പറയണമെങ്കിൽ ഈ ഒരു അസിമെട്രിക് കാർബണിലെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ നോക്കിയിട്ടാണ് നമ്മൾ പറയുക. അതായത് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഇരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നമ്മളതിനെ എൽ ഗ്ലിസറാൾഡിഹൈഡ് എന്നും, ഇൻ കേസ് ഓഫ് ഇറ്റ് ഈസ് ഇൻ റൈറ്റ് സൈഡ് ദെൻ ഇറ്റ് ഈസ് നോൺ ആസ് ഡി ഗ്ലിസറാൾഡിഹൈഡ്. ഓർത്ത് വയ്ക്കാൻ ട്രിക്ക് പറഞ്ഞുതരാം. L for ലെഫ്റ്റ് എന്ന് ആലോചിച്ച് വയ്ക്കുക. അപ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഉള്ളതെങ്കിൽ തന്നെ നമ്മൾ അതിനെ വിളിക്കുന്നു എൽ ഗ്ലിസറാൾഡിഹൈഡ് എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ് നമ്മുടെ സ്റ്റീരിയോ ഐസോമറിസം എന്ന് പറഞ്ഞാൽ? ദേ ഹാവ് സെയിം സ്ട്രക്ചറൽ ഫോർമുല ബട്ട് ദേ ഡിഫർ ഇൻ ദർ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ്. ദാറ്റ് ഈസ് നോൺ ആസ് സ്റ്റീരിയോ ഐസോമറിസം. ആൻഡ് എക്സാമ്പിൾ ഫോർ സ്റ്റീരിയോ ഐസോമറിസം ഈസ് എൽ ഗ്ലിസറാൾഡിഹൈഡ് ആൻഡ് ഡി ഗ്ലിസറാൾഡിഹൈഡ്. ഇനി നമുക്ക് സെക്കൻഡ് ടൈപ്പ് ഓഫ് ഐസോമറിസത്തിലേക്ക് പോവാം. ദാറ്റ് ഈസ് ഇനാൻഷ്യോമറിസം അല്ലെങ്കിൽ ഇനാൻഷ്യോമേഴ്സ്. ഇനാൻഷ്യോമേഴ്സ് എന്ന് പറയാനുള്ള പേര് എന്താണെന്ന് വെച്ചാൽ ഇവർ ഒരു സ്റ്റീരിയോ ഐസോമേഴ്സ് തന്നെയാണ്. പക്ഷേ അതിൽ നിന്നും കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ദേ വിൽ ബി ദ മിറർ ഇമേജസ് ടു ഈച്ച് അതർ. അതാണ് അവരുടെ ഒരു സ്പെസിഫിസിറ്റി എന്ന് പറയുന്നത്. അതെന്ന് വെച്ചാൽ ഇവരെന്ന് പറയുന്നത് ഒരു സ്റ്റീരിയോ ഐസോമറിസം കൂടി എക്സിസ്റ്റ് ചെയ്യുന്നവർ തന്നെയാണ്. പക്ഷേ അവർ കുറച്ചുകൂടി പ്രത്യേകമായിട്ട് എന്താണുള്ളത്? ദേ വിൽ ബി ദ മിറർ ഇമേജസ് ആയിരിക്കും. ഒന്നെന്ന് പറയുന്നത് മറ്റേതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആൻഡ് എക്സാമ്പിളാണ് നമ്മൾ താഴെ കാണിച്ചിരിക്കുന്നത്. ഡി ഗ്ലൂക്കോസിലും എൽ ഗ്ലൂക്കോസിലും നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ? അതായത് ഒരു ഡി ഗ്ലൂക്കോസിൻ്റെ ഒരു എക്സാക്ട് കോപ്പി അല്ലെങ്കിൽ കാർബൺ കോപ്പി തന്നെയാണ് ഈ ഒരു എൽ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്. ഒറ്റ വ്യത്യാസവും ഇല്ല. അപ്പോൾ സെയിം തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അതിനെ ഇനാൻഷ്യോമേഴ്സ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ദ ഇനാൻഷ്യോമേഴ്സ് ഓഫ് ഫ്രക്ടോസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് നോക്കുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. രണ്ടും ഏകദേശം സെയിം കോമ്പൗണ്ട് അല്ലെങ്കിൽ സെയിം ഒരു കാർബൺ കോപ്പി തന്നെയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. Then the third type of isomerism is optical isomerism. Optical activity എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. അതായത് സിമെട്രിക് കാർബൺ ആറ്റം കണ്ടെയ്ൻ ചെയ്യുന്ന കോമ്പൗണ്ട്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ് ഓപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതെല്ലാവർക്കും ഉണ്ടാവില്ല. സിമെട്രിക് കാർബൺ ആറ്റം കണ്ടെയ്ൻ ചെയ്യുന്ന കോമ്പൗണ്ട്സ് മാത്രമേ എക്സിബിറ്റ് ചെയ്യുള്ളൂ. ഇതെന്താണെന്ന് വെച്ചാൽ ഒരു ബീം ഓഫ് പോളറൈസ്ഡ് ലൈറ്റ് ഇത് കൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഓപ്റ്റിക്കൽ ഐസോമർ കണ്ടെയ്ൻ ചെയ്യുന്ന സൊല്യൂഷനിൽ കൂടെ ഈ ഒരു പോളറൈസ്ഡ് ലൈറ്റ് പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ഓപ്റ്റിക്കൽ ഐസോമർ എന്ന് പറയുന്ന കണ്ടെയ്ൻ ചെയ്യുന്ന ആ സൊല്യൂഷൻ ഉണ്ടല്ലോ, ആ സൊല്യൂഷൻ ഈ ഒരു ലൈറ്റിനെ ഒന്നില്ലെങ്കിൽ റൈറ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ട് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. അതിനെയാണ് നമ്മൾ ഡെക്സ്ട്രോ റൊട്ടേറ്ററി അല്ലെങ്കിൽ ലിവോ റൊട്ടേറ്ററി എന്നുള്ള ഒരു ടേംസ് വെച്ചിട്ട് പറയുന്നത്. ഇനി എന്താണെന്ന് വെച്ചാൽ ഇഫ് ദ ഓപ്റ്റിക്കൽ ഐസോമർ റൊട്ടേറ്റ് ദ ലൈറ്റ് ടു ലെഫ്റ്റ് സൈഡിലോട്ടാണ് നമ്മൾ ആ ലൈറ്റിനെ ഈ ഒരു ഓപ്റ്റിക്കൽ ഐസോമർ കണ്ടെയ്ൻ ചെയ്യുന്ന സൊല്യൂഷൻ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ then it is known as livo rotatory and it is expressed as negative sign. ഇഫ് നമ്മൾ ഈ ഒരു ലൈറ്റിനെ ഈ ഓപ്റ്റിക്കൽ ഐസോമർ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നത് റൈറ്റിലോട്ടാണെങ്കിൽ then it is called as dextro rotatory and it will be symbolized as positive sign. അപ്പോൾ നമ്മുടെ ഈ ഒരു നേച്ചറിൽ കാണപ്പെടുന്ന കുറേയധികം കോമ്പൗണ്ട്സ് നമ്മൾക്ക് ഓരോ കോൺഫിഗറേഷനിൽ കാണപ്പെടാറുണ്ട്. അതായത് ഗ്ലൂക്കോസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് മെയിനായിട്ടും ഡി ഗ്ലൂക്കോസാണ് അല്ലെങ്കിൽ ഡെക്സ്ട്രോ റൊട്ടേറ്ററി ഫോമിലാണ് കാണപ്പെടാറുള്ളത്. പക്ഷേ ഫ്രക്ടോസ് എന്ന് പറയുന്നത് കൂടുതലും കാണപ്പെടുന്നത് എൽ ഫോമിലാണ്. അതുപോലെ തന്നെ അമിനോ ആസിഡ്സ് ഒക്കെ കൂടുതലും കാണപ്പെടുന്നത് എൽ അമിനോ ആസിഡ്സ് ആയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഒരു സ്പെസിഫിസിറ്റിയാണ്. അതായത് ഇപ്പോൾ ലൈറ്റിനെ എങ്ങോട്ടാണ് റൊട്ടേറ്റ് ചെയ്യിപ്പിക്കുന്നതനുസരിച്ചിട്ടായിരിക്കും അവരുടെ ഒരു ഐസോമർ അല്ലെങ്കിൽ ഓപ്റ്റിക്കൽ ഐസോമർ ഏതാണെന്നുള്ളത് നിശ്ചയിക്കുന്നത്. അപ്പോൾ അത് എൽ ഫോം ആണോ ഡി ഫോം ആണോ എന്നുള്ളത് നിശ്ചയിക്കുന്നത് അതാണെന്ന് മാത്രം. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഐസോമറിസമാണ് എപ്പിമേസ് എന്ന് പറയുന്നത്. എപ്പിമേസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു മോണോസാക്കറൈഡ് ഡിഫർ ചെയ്തിരിക്കുന്നത് കോൺഫിഗറേഷൻ അറൗണ്ട് എ സിംഗിൾ സ്പെസിഫിക് കാർബൺ ദാറ്റ് ഈസ് അതർ ദൻ അനോമറിക് കാർബൺ. അതായത് ഒരൊറ്റ കാർബൺ ആറ്റത്തിലുള്ളൊരു ഡിഫറൻസ് മാത്രം. അതായത് ആ ഒറ്റ കാർബൺ ആറ്റംസിലെ ഓരോ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ അതിലത്തെ ഓരോ ആറ്റംസിനെയും ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അതിനെ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ചെയ്തിരിക്കുന്നത് വ്യത്യാസം കൊണ്ട് മാത്രം ഒരൊറ്റ കാർബണിലുള്ള വ്യത്യാസം കൊണ്ട് മാത്രമാണ് ഒരു ഐസോമേഴ്സ് ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെയാണെന്ന് നമുക്ക് ഈ ഒരു ഫിഗറിൽ കൂടെ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് ഗ്ലൂക്കോസും ഗലക്ടോസും ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പഠിക്കാറുള്ള എപ്പിമേഴ്സ് എന്ന് പറയുന്നത്. നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് അതിൻ്റെ ഫോർത്ത് കാർബൺ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഗ്ലൂക്കോസിൻ്റെ ഫോർത്ത് കാർബണിൽ HOH ആണ് കോൺഫിഗറേഷൻ വരുന്നത്. പക്ഷേ ഇൻ കേസ് ഓഫ് ഗാലക്ടോസ് ദാറ്റ് ഈസ്
OH ആണ് അല്ലേ. അതായത് ആ ഒരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട് ഗ്ലൂക്കോസും കെറ്റോസും തമ്മിൽ. അപ്പോൾ അതാണ് ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ആകെ കൂടുതൽ ഡിഫറൻസ് എന്ന് പറയുന്നത് അതുമാത്രമാണ്. അപ്പോൾ അതാണ് നമ്മൾ പറഞ്ഞത് എപ്പിമേസ് എന്ന് പറഞ്ഞാൽ ഈ ഒരൊറ്റ കാർബണാട്ടത്തിലുള്ള സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് അവർ ഐസോമേഴ്സ് ആയിട്ട് മാറിയത്. ഈ ഒരൊറ്റ കാർബണാട്ടം എന്ന് പറയുന്നത് അനോമറിക് കാർബൺ ആയിരിക്കില്ല, വേറെ ഏതെങ്കിലും കാർബൺ ആയിരിക്കാം. അനോമറിക് കാർബൺ എന്ന് പറഞ്ഞാൽ ഫങ്ഷണൽ ഗ്രൂപ്പ് കണ്ടെയ്ൻ ചെയ്യുന്ന കാർബണാട്ടത്തിനെയാണ് നമ്മൾ അനോമറിക് കാർബൺ എന്ന് പറയുന്നത്. അപ്പോൾ അനോമറിക് കാർബൺ അല്ലാത്ത വേറൊരു കാർബണാട്ടം സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസോട് ഡിഫറൻസ് ആയിട്ടിരിക്കുകയാണെങ്കിൽ ദർ വിൽ ബി എപ്പിമേഴ്സ് വിൽ ബി ഫോംഡ് ആൻഡ് ഗ്ലൂക്കോസ് ആൻഡ് ഗലക്ടോസ് ആർ നോൺ ആസ് എപ്പിമേഴ്സ്. എപ്പിമേഴ്സ് ആയിരിക്കുന്നത് C4 കാർബണിലുള്ള ഡിഫറൻസ് കൊണ്ട് മാത്രമാണ്. And the next type of isomerism is anomers. Anomers എന്ന് പറയുന്നത് isomers that differ in configuration around the anomeric carbon, that is the carbon atom of the carbonyl group which is carbon number 1 in aldose and carbon number 2 in ketose. നമ്മൾ ഓൾറെഡി അനോമറിക് കാർബൺ നമ്മൾ നേരത്തെ എപ്പിമർ പറയുമ്പോൾ പറഞ്ഞു അല്ലേ. അതായത് എപ്പിമർ എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്, ഫങ്ഷണൽ ഗ്രൂപ്പ് കണ്ടെയ്ൻ ചെയ്യുന്ന കാർബണാറ്റത്തിനെയാണ് നമ്മൾ അനോമറിക് കാർബൺ എന്ന് പറയുക. ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇൻ കേസ് ഓഫ് ആൾഡോസസ് ദ ആൾഡിഹൈഡ് ഈസ് ദ ഫങ്ഷണൽ ഗ്രൂപ്പ് ആൻഡ് ആൾഡോസസിലെ ആൾഡിഹൈഡ് ഗ്രൂപ്പ് എവിടെയാണ് ഇരിക്കുക, ഫസ്റ്റ് കാർബണിൽ. അപ്പോൾ ആ ഫസ്റ്റ് കാർബണാണ് അനോമറിക് കാർബൺ ഓഫ് ആൾഡോസസ് ആയിട്ട് വരിക. ഇൻ കേസ് ഓഫ് കീറ്റോസസിലെ, അതായത് ഫ്രക്ടോസ് എടുക്കുകയാണെങ്കിൽ ഫ്രക്ടോസിലെ ഫങ്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കീറ്റോ ഗ്രൂപ്പാണ്. അത് സെക്കൻഡ് കാർബണിലാണ് ഉണ്ടാവുക. അപ്പോൾ അതിലത്തെ ഫ്രക്ടോസിൻ്റെ കാര്യത്തിലാണെങ്കിൽ C2 വിൽ ബി ദ അനോമറിക് കാർബൺ. അപ്പോൾ ആ ഒരു അനോമറിക് കാർബണിലുള്ള ഡിഫറൻസ് കൊണ്ട് ഐസോമേഴ്സ് ആയിട്ട് മാറിയവരാണ് അനോമേഴ്സ് എന്ന് പറയുന്നത്. എപ്പിമേഴ്സ് എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതായത് ഈ ഒരു അനോമറിക് കാർബണിലല്ല അവരുടെ സ്പെഷ്യൽ അറേഞ്ച്മെൻറ്റ് വ്യത്യാസമുള്ളത്, വേറെ ഏതെങ്കിലും കാർബണാറ്റത്തിലായിരിക്കും. അതർ ദെൻ അനോമറിക് കാർബൺ ആണെങ്കിലാണ് എപ്പിമർ ആവുക. അനോമറിക് കാർബണിലുള്ള ഡിഫറൻസ് കൊണ്ടാണെങ്കിലാണ് അനോമേഴ്സ് ആവുക. ഇതാണ് നമ്മുടെ അനോമേഴ്സിന് എക്സാമ്പിൾ. ഇതൊരു ഹാവർത്ത് പ്രൊജക്ഷൻസ് ആണ്. നമ്മുടെ ഈ റെപ്രസെൻറ്റേഷൻ ഓഫ് സൈക്ലിക് ഷുഗേഴ്സ് നമ്മൾ പറയുന്ന പേരാണ് ഹാവർത്ത് പ്രൊജക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു ഓപ്പൺ കോൺഫിഗറേഷനിൽ നിന്നൊരു സൈക്ലിക് കോൺഫിഗറേഷനിലോട്ട് മാറിയതാണ് നമ്മുടെ ഗ്ലൂക്കോസിൻ്റെയും അതുപോലെ തന്നെ ഫ്രക്ടോസിൻ്റെയും സ്ട്രക്ചർ ഒരു സൈക്ലിക് ഫോമിലും ഓപ്പൺ കോൺഫിഗറേഷൻസിലും നമ്മൾ എഴുതാറുണ്ട്. അപ്പോൾ ഒരു സൈക്ലിക് കോൺഫിഗറേഷനിലേക്ക് മാറുമ്പോഴാണ് നമ്മളതിനെ ഹാവർത്ത് പ്രൊജക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് നമ്മുടെ ആ ഒരു കാർബൺ ആറ്റംസിനെ ഓപ്പൺ കോൺഫിഗറേഷൻ എന്നുള്ളത് നമ്മൾ ക്ലോസ്ഡ് സർക്കിളിലേക്ക് ആക്കി എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് കാർബൺ നോക്കുക. ഫസ്റ്റ് കാർബൺ ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോസിൽ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ആൽഫ എന്നുള്ള ടേം വരണമെങ്കിൽ ദ OH ഗ്രൂപ്പ് വിൽ ബി ദ ബിലോ ദ പ്ലെയിൻ ആയിരിക്കണം. അപ്പോഴാണ് നമ്മുടെ OH ഗ്രൂപ്പ് നോക്കിയിട്ടാണ് നമ്മൾ ആൽഫയാണോ ബീറ്റയാണോ നിശ്ചയിക്കുന്നത്. ആൽഫ ആവണമെങ്കിൽ OH ഗ്രൂപ്പ് അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബിലോ ദ പ്ലെയിൻ ആയിരിക്കണം. ആൻഡ് ബീറ്റ ആണെങ്കിൽ എബോവ് ദ പ്ലെയിൻ ആണ്. അപ്പോഴാണ് ബീറ്റ എന്ന് പറയുന്നത് വരിക. അപ്പോൾ ആൽഫ ആൻഡ് ബീറ്റ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒറ്റ OH ഗ്രൂപ്പിൻ്റെ ഡിഫറൻസിൽ മാത്രമാണ് ഇരിക്കുന്നത്. ആൻഡ് ഇതിനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അനോമേഴ്സ് എന്ന് വിളിക്കുന്നത്. ദെൻ ഫിഫ്ത്ത് ടൈപ്പ് ഓഫ് ഐസോമറിസം ആണ് അനോമറിസം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അനോമേഴ്സ് എന്താണെന്ന് നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് ഐസോമേഴ്സ് ദാറ്റ് ഡിഫർ ഇൻ ദയർ കോൺഫിഗറേഷൻ അറൗണ്ട് ദ അനോമറിക് കാർബൺ. അനോമറിക് കാർബൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഏത് കാർബൺ ആറ്റത്തിലാണോ ഫങ്ഷണൽ ഗ്രൂപ്പ് ഇരിക്കുന്നത് ദാറ്റ് കാർബൺ ഈസ് ടേംഡ് ആസ് കാർബണിൽ കാർബൺ ഓർ അനോമറിക് കാർബൺ. അനോമറിക് കാർബൺ എന്ന് പറയുമ്പോൾ ഫങ്ഷണൽ ഗ്രൂപ്പിൽ നമ്മൾ പറഞ്ഞു ആൾഡോസ് ഷുഗർ ആണെങ്കിൽ അതിൽ ആൾഡിഹൈഡ് ആയിരിക്കും അവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പോൾ C1 അവരുടെ അനോമറിക് കാർബൺ ഉണ്ടാവുക. ഇൻ കേസ് ഓഫ് ദാറ്റ് ഈസ് കീറ്റോസിസ് ആണെങ്കിൽ C2 വിൽ ബി ദ അനോമറിക് കാർബൺ. നോക്കൂ, നമ്മുടെ ഫിഗറിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് നമുക്കൊരു ആൽഫ ഡി ഗ്ലൂക്കോസ് ആൻഡ് ബീറ്റ ഡി ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞ രണ്ട് അനോമേഴ്സ് ഓഫ് ഗ്ലൂക്കോസ് കാണാൻ പറ്റും. എങ്ങനെയാണ് ഈ ആൽഫ അനോമറും ബീറ്റ അനോമറും ഫോം ചെയ്തതെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതൊരു ഓപ്പൺ കോൺഫിഗറേഷൻ ഓഫ് ഗ്ലൂക്കോസ് അല്ല, ശരിക്കും ഒരു ക്ലോസ്ഡ് ആൻഡ് സൈക്ലിക് കോൺഫിഗറേഷൻ ഓഫ് ഗ്ലൂക്കോസ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ഹാവർത്ത് പ്രൊജക്ഷൻസ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. ഈ ഒരു ഓപ്പൺ കോൺഫിഗറേഷൻ ഓഫ് ഗ്ലൂക്കോസ് നമ്മൾ സൈക്ലിക് മാനറിലോട്ട് കൺവേർട്ട് ചെയ്താലും അവിടെയും 6 കാർബൺ ആറ്റംസ് ഉണ്ട്. ആ 6 കാർബൺ ആറ്റംസ് ഒക്കെ നമ്മുടെ ഈ ഒരു റിംഗ് സ്ട്രക്ചറിൽ കാണാനായിട്ട് അല്ലെങ്കിൽ സൈക്ലിക് സ്ട്രക്ചറിൽ ഉണ്ടായിരിക്കും. ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഫസ്റ്റ് കാർബൺ ആണ്, അതായത് ഗ്ലൂക്കോസ് ആയതുകൊണ്ട് തന്നെ അതിലെ ആൾഡിഹൈഡ് ഗ്രൂപ്പ് ഇരിക്കുന്നത് ഫസ്റ്റ് കാർബണിലായിരിക്കും. ഫസ്റ്റ് കാർബണിൽ നോക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ദ അനോമറിക് കാർബൺ. അനോമറിക് കാർബണിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആൽഫ ഡി ഗ്ലൂക്കോസിലെ അനോമറിക് കാർബണിലെ ഹൈഡ്രോക്സിൽ പൊസിഷൻ നോക്കുക എവിടെയാണത്. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ആൽഫ ഡി ഗ്ലൂക്കോസിൽ ദാറ്റ് ഈസ് ഇൻ ബിലോ ഓഫ് ദ റിംഗ് ആണ്. ബട്ട് ഇറ്റ് ഈസ് ഇൻ ബീറ്റ ഗ്ലൂക്കോസ് ദ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഈസ് ഇൻ എബവ് ദ റിംഗ്.
മനസ്സിലായി. അപ്പോൾ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് എവിടെയാണ് നോക്കിയിട്ടാണ് ഇത് ആൽഫ നോമർ ആണോ ബീറ്റ നോമർ ആണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഇഫ് ദ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഈസ് ഇൻ എബവ് ദ റിംഗ് ദാറ്റ് ഈസ് ബീറ്റ ഡി ഗ്ലൂക്കോസ് ഓർ ബീറ്റ അനോമർ, ആൻഡ് ഇറ്റ് ഈസ് ഇൻ ബിലോ ദ റിംഗ് ദാറ്റ് വിൽ ബി ആൽഫ അനോമർ. ഇതാണ് നമ്മൾ 2 തരത്തിലുള്ള അനോമറിസം പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് 6 ടൈപ്പ് ഓഫ് ഐസോമറിസം ആണ്. ദാറ്റ് ഈസ് പൈറാനോസ്, ഫ്യൂറാനോസ് ഐസോമറിസം ആണ്. അതായത് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ ഡിസ്കസ് ചെയ്തത്, അതായത് റിംഗ് സ്ട്രക്ചേഴ്സ് ഓഫ് ദ മോണോസാക്കറൈഡ്സ് ആണ് നമ്മൾ പൈറാനോസ് ഫ്യൂറാനോസ് ഐസോമറിസത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. മോണോസാക്കറൈഡ്സ് എന്ന് പറയുന്നത് 2 റിംഗ് സ്ട്രക്ചറിൽ എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. അതായത് പൈറാനോസ് റിംഗ് സ്ട്രക്ചറിലും ഫ്യൂറാനോസ് റിംഗ് സ്ട്രക്ചറിലും. പൈറാനോസ് റിംഗ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 6 മെമ്പേർഡ് റിംഗ് ആണ്. ആൻഡ് ഇൻ കേസ് ഓഫ് ഫ്യൂറാനോസ് റിംഗ് ദാറ്റ് ഈസ് എ 5 മെമ്പേർഡ് റിംഗ് ആണ്. അത്ര ആലോചിച്ച് വയ്ക്കുക. ആൻഡ് എന്താ പറയുക, ദിസ് ഡയഗ്രാം ഷോസ് ഹൗ ഈസ് അറേഞ്ച്ഡ്, അതായത് ഗ്ലൂക്കോസ് കാർബൺ ആറ്റംസ് ആർ അറേഞ്ച്ഡ് ഇൻ സൈക്ലിക് മാനർ എന്നാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് നടുവിൽ കാണാൻ പറ്റുന്ന ഒരു ഓപ്പൺ കോൺഫിഗറേഷനാണ്. അത് നോക്കുക ആദ്യം. ഓപ്പൺ കോൺഫിഗറേഷനിൽ നമുക്ക് 6 കാർബൺ ആറ്റംസ് ഉണ്ട്. ഫസ്റ്റ് കാർബൺ എന്ന് പറയുന്നത് അനോമറിക് കാർബൺ, അവിടെയാണ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് സെക്കൻഡ് കാർബൺ HOH, തേർഡ് കാർബൺ OHH, ഫോർത്ത് കാർബൺ HOH, ഫിഫ്ത്ത് കാർബണും HOH, ആൻഡ് സിക്സ്ത് കാർബണാണ് അവിടെ ടെർമിനൽ ആൽക്കഹോൾ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് CH2OH. ഇനി ഇതിൻ്റെ സൈക്ലിക് മാനറിലേക്ക് മാറ്റുകയാണെങ്കിൽ ഫസ്റ്റ് കാർബണിലെ O ഗ്രൂപ്പ് എന്ന് പറയുന്നത് O ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഫോർമേഷന് വേണ്ടിയിട്ട് റീപ്ലേസ് ചെയ്തു പോയി. അങ്ങനെ അവിടെ പിന്നെ O എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടാവില്ല, കാരണം ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പോയല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഫിഫ്ത്ത് കാർബണിലുള്ള OH ഗ്രൂപ്പിനെ ഫസ്റ്റ് കാർബണിലോട്ട് റീപ്ലേസ് ചെയ്യും. അങ്ങനെ അവിടെ HOH വരും. ദെൻ ഫിഫ്ത്ത് കാർബണിൽ അപ്പോൾ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? H മാത്രമേ ഉണ്ടാവുള്ളൂ. ദെൻ നമ്മൾ സൈക്ലിക് സ്ട്രക്ചർ നോക്കുക. അങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് കാർബൺ സ്റ്റാർട്ട് ചെയ്യുന്നത് HOH എന്നാണ്. അതായത് ആ O എന്ന് പറയുന്നത് എഴുതിയതിൻ്റെ അടിയിലാണ് ഫസ്റ്റ് കാർബൺ തുടങ്ങുന്നത്. ആൻഡ് ഫസ്റ്റ് കാർബണിൽ നമുക്ക് അങ്ങനെയാണ് അവിടെ OH വന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ സെക്കൻഡ് കാർബണിൽ സെയിമസ് നമ്മുടെ ഓപ്പൺ കോൺഫിഗറേഷൻ്റെ പോലെ തന്നെ അവിടെ HOH ഉണ്ട്, അതുപോലെ തന്നെ അവിടെ HOH എഴുതി. തേർഡ് കാർബണിലുള്ളത് OHH ആണ്, അതേപോലെ തന്നെ OHH എഴുതി. ഫോർത്ത് കാർബൺ അഗെയിൻ HOH ആണ്, അതവിടെ എഴുതി. ദെൻ ഫിഫ്ത്ത് കാർബണിൽ അവിടെ H മാത്രമേ ഉണ്ടാവുള്ളൂ, കാരണം നമ്മൾ OH ഗ്രൂപ്പ് അവിടുത്തെ ഫസ്റ്റ് കാർബണിലേക്ക് നേരത്തെ റീപ്ലേസ് ചെയ്തിരുന്നു, അതുകൊണ്ട് അവിടെ H മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ അടിയിലേക്ക് ആക്കിയിട്ട് എഴുതിയിരിക്കുന്നു H എന്ന് പറയുന്നത്. ആൻഡ് സിക്സ്ത് കാർബണാണ് മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്തിട്ട് നിൽക്കുന്നത്. അവിടെ OH മാത്രമാണ് ശരിക്കും എഴുതിയിട്ടുള്ളത്. ശരിക്കും അവിടെ CH2OH എന്ന് കംപ്ലീറ്റ് എഴുതേണ്ടിയിരിക്കുന്നു, അതിവിടെ ശരിക്കും കാണിച്ചിട്ടില്ല. അതാണ് അവിടുത്തെ സിക്സ്ത് കാർബൺ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ 6 കാർബൺ ആറ്റംസ് നമ്മുടെ ഈ പൈറാനോസ് റിംഗ് സ്ട്രക്ചറിൽ റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ തന്നെയാണ് 5 മെമ്പേർഡ് റിംഗ് ആയിട്ടുള്ള ഫ്യൂറാനോസിലോട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. അതിലേക്ക് ആകുമ്പോൾ കുറച്ചും കൂടി നമ്മുടെ ഈ ഒരു കാർബൺ ആറ്റംസിൽ, അതായത് 5ഉം 6ഉം ഒറ്റ ഇതിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ, കാരണം അത് 5 മെമ്പേർഡ് റിംഗ് ആയതുകൊണ്ടുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ശരിക്കും ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് പൈറാനോസ് റിംഗ് സ്ട്രക്ചറായിട്ടും ഫ്യൂറാനോസ് റിംഗ് സ്ട്രക്ചറായിട്ടും എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ഫ്രക്ടോസും എക്സിസ്റ്റ് ചെയ്യാറുണ്ട്. ഇനി എന്താണ് നെക്സ്റ്റ് റസീമിക് മിക്സ്ചർ എന്ന് നോക്കാം നമുക്ക്. റസീമിക് മിക്സ്ചർ എന്ന് വെച്ചാൽ ഈക്വൽ എമൗണ്ടിൽ ഡെക്സ്ട്രോ ആൻഡ് ലെവോറൊട്ടേറ്ററി ഐസോമേഴ്സ് എക്സിസ്റ്റ് ചെയ്യുകയാണ് സൊല്യൂഷനിലെങ്കിൽ അവരുടെ രണ്ടിൻ്റെയും ഓപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാൻസൽ ചെയ്തിട്ട് ദർ വിൽ ബി നോ നെറ്റ് റൊട്ടേഷൻ ഓഫ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. അപ്പോൾ അവിടെ എന്താ നടക്കില്ല? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിൻ്റെ റൊട്ടേഷൻ എന്ന് പറയുന്നത് ഉണ്ടാവില്ല ഈക്വൽ എമൗണ്ടിൽ D and L ഐസോമേഴ്സ് പ്രസൻറ്റ് ആവുകയാണെങ്കിൽ. സച്ച് മിക്സ്ചേഴ്സ് ആർ കോൾഡ് റസീമിക് മിക്സ്ചർ. ഇനി മീസോ കോമ്പൗണ്ട്സ് എന്ന് വെച്ചാൽ എന്താ നോക്കാം. ദേ ഡു നോട്ട് റൊട്ടേറ്റ് ദ ലൈറ്റ് ഇൻ സ്പൈറ്റ് ഓഫ് അസിമെട്രിക് കാർബൺ ഡ്യൂ ടു ഇൻറ്റേർണൽ കോമ്പൻസേഷൻ. അപ്പോൾ അത് രണ്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്താണെന്നുള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളൊരു ടേമാണ് മ്യൂട്ടാ റൊട്ടേഷൻ എന്ന് പറയുന്നത്. മ്യൂട്ടാ റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആൽഫ അനോമേഴ്സും ബീറ്റ അനോമേഴ്സ് എന്നുള്ള എന്താണെന്നുള്ളത് നേരത്തെ പഠിച്ചു, അനോമറിസത്തിൽ പഠിച്ചു അല്ലേ. അപ്പോൾ ഈ അനോമേഴ്സ് അവരുടെ കോൺഫിഗറേഷൻസ്, അതായത് ആൽഫ കോൺഫിഗറേഷനിൽ നിന്ന് ബീറ്റ കോൺഫിഗറേഷനിലോട്ട് ഇൻ്റർ കൺവേർഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്പെസിഫിക് ആക്ടിവിറ്റിയിൽ അല്ലെങ്കിൽ അവരുടെ ഓപ്റ്റിക്കൽ ആക്ടിവിറ്റിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് മ്യൂട്ടാ റൊട്ടേഷനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് ദ സ്പെസിഫിക് ഓപ്റ്റിക്കൽ റൊട്ടേഷൻ ഓഫ് എ ഫ്രഷ്ലി പ്രിപ്പയർഡ് ഗ്ലൂക്കോസ് ആൽഫ നോമർ എന്ന് പറയുന്നത് 112 ആണ്. ഇവിടെ കാണിച്ചിട്ടുണ്ട് ആൽഫ നോമറിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് പറയുന്നത് +112 ആണ്. 112 ഡിഗ്രി എന്നാണ് നമ്മളതിനെ പറയുക. ആൻഡ് ഈ ഒരു ആൽഫ നോമർ എന്ന് പറയുന്നത് വെൻ ദേ ആർ ഇമേഴ്സ്ഡ് ഇൻ അല്ലെങ്കിൽ ഡിസോൾവ് ഇൻ എ സോൾവെൻറ്റിൽ, ഒരു സോൾവെൻറ്റിൽ നമ്മളത് ഡിസോൾവ് ചെയ്തിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ആൽഫ നോമറിൽ നിന്ന് നമ്മളുടെ ആൽഫ നോമർ ഇൻ്റർ കൺവേർട്ട് ചെയ്തിട്ട് അത് ബീറ്റ നോമറിലോട്ട് പോകും.
അപ്പോൾ അവരുടെ സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യും. അതാണ് ശരിക്കും ഈ റൊട്ടേഷനിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു സ്പെസിഫിക് ആക്ടിവിറ്റീസ് എന്താണെങ്കിൽ സ്പെസിഫിക് റൊട്ടേഷൻസിൻ്റെ വാല്യൂസൊക്കെ കറക്റ്റ് ഒന്ന് ആലോചിച്ച് വയ്ക്കുക. ആൽഫ അനോമറിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് പറയുന്നത് +112 ആണ്. അതായത് 112 ഡിഗ്രിയാണ് അവരുടെ സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇഫ് ആൽഫ അനോമർ ഈസ് കൺവേർട്ടിംഗ് ടു ബീറ്റ അനോമർ, ആദ്യം ആൽഫ അനോമറിൻ്റെ 112 ഡിഗ്രിയിൽ നിന്നൊരു ഈക്വിലിബ്രിയം പോയിന്റിലേക്ക് എത്തും. അതായത് ആൽഫ അനോമർ ചേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ ചേഞ്ച് ചെയ്തിട്ട് ഒരു ഈക്വിലിബ്രിയം മിക്സ്ചറിലേക്ക് എത്തുമ്പോൾ അവരുടെ സ്പെസിഫിക് റൊട്ടേഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കുറഞ്ഞിട്ട് 52.5ലേക്ക് എത്തും. 112 നിന്ന് 52.5ലേക്ക് എത്തും ഈക്വിലിബ്രിയം എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്തുമ്പോൾ. ദെൻ ഈക്വിലിബ്രിയം സ്റ്റേറ്റിൽ നിന്ന് അത് കൺവേർട്ട് ചെയ്തിട്ട് ബീറ്റ അനോമറായിട്ട് മാറുമ്പോൾ അതെന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തിട്ട് 18.7ലേക്ക് എത്തും. അപ്പോൾ ആദ്യം 112.2 ആയിരുന്നു. ദെൻ 52.5 അത് കുറഞ്ഞിട്ട് വീണ്ടും 18.7ലേക്ക് എത്തി. അതായത് അവരുടെ സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് പറയുന്നത് കുറഞ്ഞു പോയി ആൽഫ അനോമർ ടു ബീറ്റ അനോമർ കൺവേർഷൻ നടക്കുമ്പോൾ. whenever there is a beta anomer is immersed in solution, then their specific rotation changes to +18.7, then equilibrium mixture-ലേക്ക് എത്തുമ്പോൾ +52.5, then ആൽഫ അനോമർ ആകുമ്പോൾ 112 ഡിഗ്രി. അപ്പോൾ അവരുടെ സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് പറയുന്നത് കൂടി വരികയാണ് ചെയ്യുന്നത്. അതാണ് ഒരു സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് പറയാറുള്ളത് നമുക്ക്. ഇനി ഈക്വിലിബ്രിയം മിക്സ്ചറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മുടെ ബീറ്റ അനോമർ ടു ആൽഫ അനോമർ കൺവേർഷൻ നടക്കുകയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്ത് നോക്കുക. അപ്പോൾ അവിടെ ഈക്വിലിബ്രിയം മിക്സ്ചറിൽ എന്താ സംഭവിക്കുന്നത്, +18.7 ഉള്ള ബീറ്റ അനോമറിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ ഇൻക്രീസ് ചെയ്തിട്ട് 52.5ലേക്ക് എത്തി. അതായത് അവിടെ അവിടെ റൊട്ടേഷൻ എന്ന് പറയുന്നത് സ്പെസിഫിക് റൊട്ടേഷൻ എന്ന് പറയുന്നത് കൂടി. അപ്പോൾ അവിടെ 63% ബീറ്റ അനോമർ ആ ഒരു ഈക്വിലിബ്രിയം മിക്സ്ചർ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷേ ആൽഫ അനോമർ എന്ന് പറയുന്നത് അവിടെ കുറവേ ഉണ്ടാവുള്ളൂ, 36% ഉണ്ടാവുള്ളൂ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്ക് അത്രയും ഒന്നും കാര്യമായിട്ട് പഠിക്കാനില്ലെങ്കിലും ഇതിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ്റെ വാല്യൂസൊക്കെ ഒന്ന് പഠിച്ചു വയ്ക്കുക. ആൽഫ അനോമർ ടു ബീറ്റ അനോമർ മാറുമ്പോഴുള്ള കൺവേർഷനും ബീറ്റ അനോമർ ടു ആൽഫ അനോമർ മാറുമ്പോഴുള്ള കൺവേർഷനും എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. ആൻഡ് ദെൻ നമ്മൾ മൂവിങ് ഓൺ ടു ദ റിയാക്ഷൻസ് ഓഫ് മോണോസാക്കറൈഡ്സിലേക്ക് പോവുകയാണ് നമ്മൾ. ഫസ്റ്റ് വൺ നമ്മൾ പറയാനുള്ളത് ടെർട്ടോമറൈസേഷൻ അല്ലെങ്കിൽ ഇനോളൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്. ആൻഡ് ദിസ് പ്രോസസ് ഇൻവോൾവ്സ് ദ ഷിഫ്റ്റിംഗ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഫ്രം വൺ കാർബൺ ടു അനദർ ടു പ്രൊഡ്യൂസ് എനഡിയോൾസ് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് ടെർട്ടോമറൈസേഷൻ. അതായത് അനോമറിക് കാർബണുള്ള ഷുഗേഴ്സ് മാത്രമാണ് ടെർട്ടോമറൈസേഷൻ റിയാക്ഷൻസ് അണ്ടർഗോ ചെയ്യുള്ളൂ വെനെവർ ദർ ഇസ് ഇൻ ആൽക്കലൈൻ സൊല്യൂഷൻ. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് നമുക്കൊന്ന് പറഞ്ഞു തരാം എങ്ങനെയാണെന്നുള്ളത്. അതായത് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് നമ്മളൊരു ആൽക്കലൈൻ സൊല്യൂഷനിൽ കെപ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുക ഫോർ സെവറൽ അവേഴ്സ് ആൻഡ് ഇറ്റ് വിൽ ബി അണ്ടർഗോസ് ടെർട്ടോമറൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇനോളൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് അണ്ടർഗോ ചെയ്യുന്നു. ആൻഡ് അതിൻ്റെ ഐസോമേഴ്സ് ആയിട്ടുള്ള ഡി ഫ്രക്ടോസും ഡി മാനോസും ഫോം ചെയ്യുന്നു. ഇതിൻ്റെ മുന്നേ ആയിട്ട് ദർ വിൽ ബി എനഡിയോൾ എന്ന് പറയുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ഫോം ചെയ്യും. ഈ ഇൻ്റർമീഡിയറ്റ് അതായത് എനഡിയോൾ എന്ന് പറയുന്ന ഇൻ്റർമീഡിയറ്റ് വളരെയധികം റിയാക്റ്റീവാണ്. അതായത് ഇവരൊരു പവർഫുൾ ആയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻ്റാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. ദെൻ നമുക്ക് ബാക്കിയുള്ള റിയാക്ഷൻസ് ഓഫ് മോണോസാക്കറൈഡ്സ് നമുക്ക് ഈ ഒരു ഫിഗറിൽ നിന്ന് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഓഫ് ഷുഗേഴ്സ് എന്താണെന്നുള്ളത് പഠിക്കാം. അതായത് നമുക്ക് ഷുഗേഴ്സിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, റെഡ്യൂസിങ് ഷുഗർ എന്നും നോൺ റെഡ്യൂസിങ് ഷുഗർ എന്നും. റെഡ്യൂസിങ് ഷുഗർ ആവണമെങ്കിൽ അവരുടെ അനോമറിക് കാർബണിൽ ഒരു ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫ്രീ കീറ്റോ ഗ്രൂപ്പ് ഉണ്ടാകണം. എങ്കിൽ മാത്രമേ അവർ നമുക്ക് റെഡ്യൂസിങ് ഷുഗർ എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. നോൺ റെഡ്യൂസിങ് ഷുഗറാണ് നമ്മുടെ സൂക്രോസ് എന്ന് പറയുന്നത്. സൂക്രോസ് എന്തുകൊണ്ടാണ് നോൺ റെഡ്യൂസിങ് ഷുഗർ ആയി? അവർക്ക് അവരുടെ അനോമറിക് കാർബണിൽ ഒരു ഫ്രീ ആയിട്ട് ആൽഡിഹൈഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ കീറ്റോ ഗ്രൂപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് അവരുടെ നോൺ റെഡ്യൂസിങ് ഷുഗറായിട്ട് മാറിയത്. ഇനി എന്താണ് റെഡ്യൂസിങ് പ്രോപ്പർട്ടി നമുക്ക് നോക്കാം. അതായത് നമ്മൾ ലബോറട്ടറീസിലൊക്കെ ചെയ്യാറുള്ള ഒരു ടെസ്റ്റാണ് ശരിക്കും റിഡക്ഷൻ പ്രോപ്പർട്ടി നോക്കാനുള്ള ടെസ്റ്റാണ് ബെനഡിക്ട് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫെലിങ്സ് ടെസ്റ്റ് ചെയ്യാറുണ്ട്, ബാർഫോയ് ടെസ്റ്റ് ഒക്കെ ചെയ്യാറുണ്ട്. ബെനഡിക്ട് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. അതായത് ദ റിഡക്ഷൻ ഈസ് മച്ച് മോർ എഫിഷ്യൻ്റ് ആണ് ആൽക്കലൈൻ മീഡിയത്തിൽ ദെൻ ആസിഡ് മീഡിയത്തിലെങ്ങാട്ടും. അതൊന്ന് ആലോചിച്ച് വയ്ക്കുക. അതായത് നമ്മൾ ആൽക്കലൈൻ മീഡിയത്തിലായിരിക്കുമ്പോഴാണ് റിഡക്ഷൻ കൂടുതൽ പവർഫുള്ളായിട്ട് നടക്കുക ദെൻ ആസിഡ് മീഡിയത്തിലെങ്ങാട്ടും. ഇനി ബെനഡിക്ട് ടെസ്റ്റിലെ ഒരു മേജറായിട്ടുള്ള ഒരു കമ്പോണൻ്റ് ആണ് കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു മേജറായിട്ടുള്ളൊരു റിയാജൻ്റാണ് കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്നത്. ഈ നമ്മുടെ ഷുഗർ സൊല്യൂഷൻ എന്ന് പറയുന്നത് ആൽക്കലൈൻ സൊല്യൂഷനിൽ കെപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു എനഡിയോൾ എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത്. ആൻഡ് ദാറ്റ് എനഡിയോൾ ഈസ് എ വെരി പവർഫുൾ റിയാക്റ്റീവ് ആണ് അല്ലെങ്കിൽ പവർഫുൾ റെഡ്യൂസിങ് ഏജൻ്റാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. ദെൻ ഇത്തരത്തിലൊരു എനഡിയോൾ ഫോം ചെയ്യുമ്പോൾ ഈ എനഡിയോൾ എന്ന് പറയുന്നത് ആക്ച്വലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബെനഡിക്ട് റിയാജൻറ്റിലുള്ള കോപ്പർ സൾഫേറ്റത്തെ കുപ്രിക് അയോൺസിനെ കുപ്രസ് അയോൺസ് ആയിട്ട് റെഡ്യൂസ് ചെയ്യും. അങ്ങനെ കുപ്രസ് അയോൺസ് എന്ന് പറയുന്നത് റെഡ് കുപ്രസ് ഓക്സൈഡായിട്ട് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അങ്ങനെ റെഡ് കുപ്രസ് ഓക്സൈഡ് എന്ന് പറഞ്ഞ പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്താൽ മാത്രമാണ് ഇതൊരു പോസിറ്റീവ് ടെസ്റ്റായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ആൻഡ് ദാറ്റ് മീൻസ് ദാറ്റ് ഈസ് എ റെഡ്യൂസിങ് ഷുഗർ എന്ന് നമ്മൾ കൺഫേം ചെയ്യുകയാണ് ചെയ്യാറുള്ളത്.
അപ്പോൾ അത്രയുമാണ് നമ്മുടെ റെഡ്യൂസിങ് പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ നമുക്ക് മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് പ്രോപ്പർട്ടി, ദാറ്റ് ഈസ് ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശരിക്കും നമ്മുടെ ആൾഡിഹൈഡ്സ് ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഷുഗറാണ്, ഷുഗറിലെ തന്നെ ഗ്ലൂക്കോസാണ് ഓക്സിഡേഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ഗ്ലൂക്കോസിൽ പ്രൈമറി ഫസ്റ്റ് കാർബണിൽ, അതായത് പ്രൈമറി കാർബണിൽ ദർ വിൽ ബി എ ആൾഡിഹൈഡ് ഗ്രൂപ്പ് ആൻഡ് ടെർമിനൽ പൊസിഷനിൽ ഒരു ആൽക്കഹോൾ ഗ്രൂപ്പും ഉണ്ട് അല്ലേ. അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പുകളും ഓക്സിഡേഷൻ റിയാക്ഷൻസിന് അണ്ടർഗോ ചെയ്യാറുണ്ട്. അതായത് ടെർമിനൽ ആൾഡിഹൈഡും അണ്ടർഗോ ചെയ്യാറുണ്ട്, ടെർമിനൽ ആൽക്കഹോളും അണ്ടർഗോ ചെയ്യാറുണ്ട്. ഫസ്റ്റ് കാർബണിലാണ് ആൾഡിഹൈഡ് ഉള്ളത് ആൻഡ് 6th കാർബണിലാണ് ആൽക്കഹോൾ ഉള്ളത്. ഇനി എന്തൊക്കെയാണ് അവരുടെ പ്രൊഡക്റ്റ് എന്ന് നമുക്ക് നോക്കാം. അതായത് ഓക്സിഡേഷൻ ഓഫ് ദ ആൾഡിഹൈഡ്, അതായത് ആൾഡിഹൈഡ് എവിടെ ഇരിക്കുന്നത് ഫസ്റ്റ് കാർബണിൽ. ആൾഡിഹൈഡ് ഗ്രൂപ്പ് ഓക്സിഡേഷൻ ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ഗ്ലൂക്കോണിക് ആസിഡാണ് ഉണ്ടാവുക. ഇനി ഓക്സിഡേഷൻ ഓഫ് ദ ആൽക്കഹോൾ പ്രൊവൈഡ്സ് ഗ്ലൂക്കറോണിക് ആസിഡ്. ദെൻ നെക്സ്റ്റ് റിയാക്ഷൻ നമുക്ക് പോകാം, ദറ്റ് ഈസ് റിഡക്ഷൻ ആണ്. റിഡക്ഷൻ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം നമുക്ക്. അതായത് നമ്മുടെ റിഡക്ഷൻ റിയാക്ഷൻസിൽ എന്താ സംഭവിക്കുന്നത്, വെൻ ഷുഗേഴ്സ് ആർ ട്രീറ്റഡ് വിത്ത് റെഡ്യൂസിങ് ഏജൻറ്റ്സ്. റെഡ്യൂസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത് സോഡിയം അമാൽഗം ഓൾസോ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റെഡ്യൂസിങ് ഏജൻറ്റ്സുമായിട്ട് നമ്മൾ ഷുഗേഴ്സിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആൾഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോ ഗ്രൂപ്പ് കൺവേർട്ട് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആൽക്കഹോൾസ് ഫോം ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഷുഗറിൽ തന്നെ ഗ്ലൂക്കോസ് ആണ് എടുക്കുന്നതെങ്കിൽ അതിൽ ആൾഡിഹൈഡ് ഗ്രൂപ്പാണ് മാറിയിട്ട് ആൽക്കഹോളായിട്ട് മാറുക. ഫ്രക്ടോസ് ആണെങ്കിൽ അതിലത്തെ കീറ്റോ ഗ്രൂപ്പാണ് കൺവേർട്ട് ചെയ്തിട്ട് ആൽക്കഹോളായിട്ട് മാറുക. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അതായത് ഡി ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ടു ഡി സോർബിറ്റോൾ ആൻഡ് ഡി ഫ്രക്ടോസ് ഈസ് കൺവേർട്ടഡ് ടു ഡി മാനിറ്റോൾ ആൻഡ് ഡി സോർബിറ്റോൾ. ദെൻ നെക്സ്റ്റ് റിയാക്ഷനിലേക്ക് നമുക്ക് പോകാം, ദാറ്റ് ഈസ് ഡീഹൈഡ്രേഷൻ. ഡിഹൈഡ്രേഷൻ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് നമുക്ക് കാണുന്നുണ്ട് ഇവിടെ കറസ്പോണ്ടിങ് ഫർഫ്യൂറൽസ് ആണ് ഫോം ചെയ്യുന്നത്. ഡിഹൈഡ്രേഷൻ സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വെൻ ഷുഗേഴ്സ് ആർ ട്രീറ്റഡ് വിത്ത് കോൺസെൻട്രേറ്റഡ് ആസിഡ്സ്, അതായത് സൾഫ്യൂരിക് ആസിഡ് പോലെയുള്ള കോൺസെൻട്രേറ്റഡ് ആസിഡ്സ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ ഡിഹൈഡ്രേഷൻ അണ്ടർഗോ ചെയ്യും മോണോസാക്രൈഡ്സ്. ഡിഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ദർ വിൽ ബി ലോസ് ഓഫ് വാട്ടർ മോളിക്യൂൾസ്. അങ്ങനെ വാട്ടർ മോളിക്യൂൾസ് പോയിട്ട് അവിടെ ഹൈഡ്രോക്സി മീഥൈൽ ഫർഫ്യൂറൽസ് ഫോം ചെയ്യും വെൻ ദ ഷുഗർ ഈസ് എ ഹെക്സോ ഷുഗർ. ഇനി ഇതൊരു പെൻഡോ ഷുഗർ ആണെങ്കിൽ ഹൈഡ്രോക്സി മീഥൈൽ ഫർഫ്യൂറൽ അവിടെ ഉണ്ടാവുക, പകരം ഫർഫ്യൂറൽസ് മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ആൻഡ് ഈ ഫർഫ്യൂറൽസ് എന്ന് പറയുന്നത് അഗെയിൻ കണ്ടൻസ് വിത്ത് ഫിനോളിക് കോമ്പൗണ്ട്സ്, ആൽഫാനാഫ്തോൾ പോലെയുള്ള ഫിനോളിക് കോമ്പൗണ്ട്സുമായിട്ട് കണ്ടൻസ് ചെയ്തിട്ട് കളേർഡ് പ്രൊഡക്റ്റ് ഉണ്ടാവാറുണ്ട്. ഇത് നമ്മൾ മോളിഷ് ടെസ്റ്റിലാണ് നമ്മൾ ഈ ഒരു തിയറി പറയുന്നത്. അതായത് അവിടെ നമ്മൾ മോണോസാക്രൈഡ്സ് എന്ന് പറയുന്നത് ട്രീറ്റ് ചെയ്യുന്നു വിത്ത് കോൺസെൻട്രേറ്റ് H2SO4 വെച്ചിട്ട് ദെൻ ആൽഫാനാഫ്തോൾ അതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഒരു കളേർഡ് പ്രൊഡക്റ്റ് അവിടെ ഉണ്ടാവുക എന്ന് വെച്ചാൽ വയലറ്റ് കളേർഡ് പ്രൊഡക്റ്റാണ് അവിടെ ഉണ്ടാവുന്നത്. ഒരു വയലറ്റ് കളർ റിങ് അവിടെ ഫോം ചെയ്യും. ആൻഡ് ദാറ്റ് ഈസ് ദ കൺഫർമേറ്ററി ടെസ്റ്റ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. ഇതേപോലെ തന്നെ ബിയാൽസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പെൻഡോ ഷുഗേഴ്സിന് വേണ്ടിയിട്ടത്. പെൻഡോ ഷുഗേഴ്സ് റിയാക്ട് വിത്ത് സ്ട്രോങ് HCl ടു ഫോം ഫർഫ്യൂറൽ ഡെറിവേറ്റീവ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഹൈഡ്രോക്സി മീഥൈൽ ഫർഫ്യൂറൽ. And this react with ocinol to form green colored complex. And Bial's test is useful test for detection of xylose in urine. അതേപോലെ തന്നെ ഒരു ടെസ്റ്റ് തന്നെയാണ് മ്യൂസിക് ആസിഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് ഗലക്ടോസാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് വിത്ത് നൈട്രിക് ആസിഡുമായിട്ട്. അവിടെ ഇൻസോൾബിൾ ആയിട്ടുള്ള ന്യൂക്ലിക് ആസിഡ് ക്രിസ്റ്റൽസ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. ന്യൂക്ലിക് ആസിഡ് അല്ല, മ്യൂസിക് ആസിഡ് ക്രിസ്റ്റൽസ് ആണ് അവിടെ ഫോം ചെയ്യുന്നത്. And the final reaction is ഓസസോൺ റിയാക്ഷൻ. ഓസസോൺ റിയാക്ഷൻ നമുക്ക് ഫിനൈൽ ഹൈഡ്രജനുമായിട്ടാണ് അവിടെ റിയാക്ട് ചെയ്യുന്നത് വിത്ത് അസറ്റിക് ആസിഡും കൂടെ ഉണ്ട്. അപ്പോൾ ഷുഗേഴ്സ് എന്ന് പറയുന്നത് ഫിനൈൽ ഹൈഡ്രജനും അസറ്റിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു ഓൾവേസ്. അതായത് ബോയിൽ ചെയ്യിപ്പിക്കുന്നുണ്ട്. ബോയിൽ ചെയ്യിപ്പിച്ചിട്ടാണ് നമ്മൾ ഓസസോൺസ് എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത്. ഇതിലെ ഓസസോൺസ് എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഓരോ ഓസസോൺസിൻ്റെയും സ്ട്രക്ചർ നോക്കിയിട്ടാണ് നമ്മളതിലെ ഏതാണ് മോണോസാക്രൈഡ് ആണോ ഡൈസാക്രൈഡ് ആണോ എന്നൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത്. അതായത് നമ്മൾ ഈ ഒരു ഇതിൽ ബോയിൽ ചെയ്യിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഓസസോൺസ് നമ്മൾ മൈക്രോസ്കോപ്പിക്കലി ഫോക്കസ് ചെയ്യും. മൈക്രോസ്കോപ്പിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ സ്ട്രക്ചേഴ്സ് കിട്ടും. അപ്പോൾ അതായത് ഗ്ലൂക്കോസും ഫ്രക്ടോസും മെന്നോസും ഒക്കെ ആണെങ്കിൽ നീഡിൽ ഷേപ്ഡ് ക്രിസ്റ്റൽസ് ആയിരിക്കും ഉണ്ടാവുക. ഇൻ കേസ് ഓഫ് ദാറ്റ് ഈസ് എ മാൾട്ടോസ് ആണെങ്കിൽ സൺഫ്ലവർ ഷേപ്പിലുള്ള ക്രിസ്റ്റൽസ് ആണ് ഉണ്ടാവുക. ആൻഡ് ഇറ്റ് ഈസ് എ ലാക്ടോസ് ആണെങ്കിൽ ദർ വിൽ ബി പഫ് ഷേപ്ഡ് ക്രിസ്റ്റൽസ്. അപ്പോൾ അതിലേതാണ് ഓസസോൺ എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ഇതിനെ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യുന്നത്. അതായത് മോണോസാക്രൈഡ് ആണോ ഡൈസാക്രൈഡ് ആണോ എന്നൊക്കെ നമ്മൾ നോക്കിയിട്ട് കൺഫേം ചെയ്യുന്നത് ഈ ഒരു ഓസസോൺസിൻ്റെ സ്ട്രക്ചർ നോക്കിയിട്ടാണ്. ദെൻ നെക്സ്റ്റ് റിയാക്ഷൻ ഈസ് എസ്റ്ററിഫിക്കേഷൻ ആണ്. എസ്റ്ററിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദർ വിൽ ബി മോണോസാക്രൈഡ്സിൻ്റെ ആൽക്കഹോളിക് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് എസ്റ്ററിഫൈ ചെയ്യും ബൈ നോൺ എൻസൈമാറ്റിക് ഓർ എൻസൈമാറ്റിക് റിയാക്ഷൻസ് വഴി. ഇതിൻ്റെ എക്സാമ്പിളാണ് ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് നമ്മൾ ഫോസ്ഫോറിക് ആസിഡ് വെച്ചിട്ട് എസ്റ്ററിഫിക്കേഷൻ ചെയ്യുന്നത്. അങ്ങനെയാണ് ഗ്ലൂക്കോസ് 6 ഫോസ്ഫേറ്റ് അല്ലെങ്കിൽ ഗ്ലൂക്കോസ് 1 ഫോസ്ഫേറ്റ് ഒക്കെ ഫോം ചെയ്യുന്നത്. ATP ആണ് അവിടുത്തെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഡൊണേറ്റ് ചെയ്യുന്ന ആൾ. അതിനാണ് നമ്മൾ എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ അത്രയുമാണ് നമ്മുടെ റിയാക്ഷൻസ് ഓഫ് മോണോസാക്രൈഡ്സ് പറയാനുള്ളത്. ആൻഡ് നമുക്ക് ഫൈനലി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഡെറിവേറ്റീവ്സ് ഓഫ് മോണോസാക്രൈഡ്സ് ആണ്. മോണോസാക്രൈഡ്സിൽ നിന്ന് എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ട് ഫോം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് ഷുഗർ ആസിഡ്സ് എന്ന് പറയുന്നത്. ഷുഗർ ആസിഡ്സിൽ നമ്മൾ ഓൾറെഡി റിയാക്ഷനിൽ പറഞ്ഞതാണ്, അതായത് ഓക്സിഡേഷൻ ഓഫ് ആൽഡിഹൈഡ് ഓർ പ്രൈമറി ആൽക്കഹോൾ ഗ്രൂപ്പ് ഓഫ് മോണോസാക്രൈഡ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഗ്ലൂക്കോണിക് ആസിഡും ഗ്ലൂക്കുറോണിക് ആസിഡ്സും ഉണ്ടാക്കുന്നത് എന്നുള്ളത് അല്ലേ. അപ്പോൾ അതുതന്നെയാണ് ഇവിടെയും പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേറ്റീവ് ആണ് ഷുഗർ ആൽക്കഹോൾസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് വിൽ ബി ക്രിയേറ്റഡ് ബൈ റിഡക്ഷൻ ഓഫ് ആൾഡോസസ് ഓർ കീറ്റോസസ്. ഇത് നമ്മൾ റിയാക്ഷൻസിൽ ഡിസ്കസ് ചെയ്തു. ദെൻ നെക്സ്റ്റ് വൺ ആണ് അമിനോ ഷുഗേഴ്സ് എന്ന് പറയുന്നത്. അതായത് വെൻ വൺ ഓർ മോർ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് ഓഫ് ദ മോണോസാക്രൈഡ്സ് ആർ റീപ്ലേസ്ഡ് ബൈ അമിനോ ഗ്രൂപ്പ്. അതായത് അമിനോ ഗ്രൂപ്പ് വഴി അവരുടെ ഹൈഡ്രോക്സി ഗ്രൂപ്പ് റീപ്ലേസ് ചെയ്യുമ്പോഴാണ് അമിനോ ഷുഗേഴ്സ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ആൻഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഡി ഗ്ലൂക്കോസ് അമീനാണ്. ഡി ഗാലക്ടോസ് അമീനും എക്സാമ്പിൾ തന്നെയാണ്. ഇതെന്ന് പറയുന്നത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് മെയിനായിട്ട് നമ്മുടെ ഹെട്രോപോളിസാക്രൈഡ്സിലൊക്കെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ് എൻ അസറ്റൈൽ ന്യൂറാമിക് ആസിഡ് എന്ന് പറയുന്നത് NaN. ആൻഡ് ഇറ്റ് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് എൻ അസറ്റൈൽ മെന്നോസ് ആൻഡ് പൈറുവിക് ആസിഡ് ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് കോൺസ്റ്റുവൻറ്റ് ഓഫ് ഗ്ലൈക്കോപ്രോട്ടീൻസ് ആൻഡ് ഗ്ലൈക്കോലിപ്പിഡ്സ്. അതേപോലെ തന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേറ്റീവ് ആണ് ഡിയോക്സി ഷുഗേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് ആർ ദ ഷുഗേഴ്സ് ദാറ്റ് കണ്ടെയ്ൻസ് 1 oxygen ലെസ് ദെൻ ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദ പാരൻറ്റ് മോളിക്യൂൾ. ഇതെന്ന് പറയുന്നത് DNA-യിലൊക്കെയാണ് മെയിനായിട്ട് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. DNA ടിഷ്യൂസിലൊക്കെയാണ് അത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് 6th ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ് L-ascorbic ആസിഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് വൈറ്റമിൻ സിയുടെ ആക്റ്റീവ് ഫോമാണ്. ആൻഡ് ഇറ്റ് ഈസ് എ വാട്ടർ സോളുബിൾ വൈറ്റമിൻ ആണ്. ആൻഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ക്ലോസ്ലി റിലേറ്റഡ് അല്ലെങ്കിൽ ക്ലോസ്ലി റിസംബിൾനെസ് ഉണ്ട് വിത്ത് ദാറ്റ് ഓഫ് മോണോസാക്രൈഡുമായിട്ട്. അപ്പോൾ അത്രയാണ് നമ്മുടെ മോണോസാക്രൈഡ്സിൻ്റെ ഫിസിക്കലും കെമിക്കൽ പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഈ സ്ലൈഡ്സ് കാണുമ്പോൾ വന്നിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് മസ്റ്റായിട്ടും ആൻസർ പറഞ്ഞു തരുന്നതായിരിക്കും. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട്. ഫൈനലി താങ്കിങ് യു.